ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നതാ സൺഡേ രാവിലെ തന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് പോകണം. 8 മണിക്ക് കുർബാന റെഡിയായി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഞാൻ പറഞ്ഞല്ലോ കണ്ടിന്യൂഷനാണ്. നമ്മുടെ തലേദിവസത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ പാട്ടാണ് പിറ്റേ ദിവസം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഈവനിങ്ങിൽ അഞ്ജുവിൻ്റെ ബുക്സൊക്കെ കുറച്ചൊക്കെ കവർ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കിച്ചൺ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, കുക്കിംഗ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അവിടെ വെച്ച് നിർത്തി അങ്ങനെ കിച്ചണിലേക്ക് കടന്നു. ഇനി ഇന്ന് പള്ളിയിലൊക്കെ പോയി വന്നിട്ട് വേണം ബാക്കി കുറച്ചൊക്കെ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെ ചേട്ടൻ്റെ അധികം ഹെൽപ്പ് കിട്ടിയില്ല, ഇന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രൗണ്ടിൽ പോയി പിള്ളേരുടെ ലാസ്റ്റ് സമ്മർ കോച്ചിങ് ക്യാമ്പൊക്കെ ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് തൊട്ട് ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങനെയെങ്കിലും ഇന്ന് തീർക്കണം എന്ന് വിചാരിക്കും. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അഞ്ചിന് ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് എല്ലാം റെഡി ആക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ പള്ളിയിലേക്കായിട്ട് ഇറങ്ങാണ്. ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അഞ്ചിൻ്റെ ബുക്സ് ഞാൻ ഇത്രയ്ക്കാണ് ഇന്നലെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സെറ്റ് ഇത്രയും കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഇത്രയും ബുക്സും കൂടെ ഇരിപ്പുണ്ട് കവർ ചെയ്യാനായിട്ട്. ഇത്രയൊക്കെ ചെയ്ത് പിന്നെ അവിടെ ഇട്ടിട്ട് പോയി, കാരണം കുക്കിംഗ് അല്ല, അല്ലെങ്കിൽ പിന്നെ പെൻഡിങ് ആവും. പിന്നെ നോട്ട് ബുക്സും ഡയറിയൊന്നും തൊട്ടിട്ട് പോലില്ല. നമുക്ക് കിച്ചണിലേക്ക് കടന്നാലോ? കിച്ചണിൽ ഇവിടെ ഞാൻ ഇന്നലെ രാത്രി അപ്പത്തിന് വേണ്ടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പത്തിന് അരച്ച് വെച്ചിരിക്കുന്നത് മാവ് ഞാൻ കാണിച്ചു തരാം. നല്ല സൂപ്പറായിട്ട് വീർത്ത് വന്നിരിപ്പുണ്ട്. പള്ളിയിൽ പോയി വന്നിട്ടേ അപ്പം ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അടച്ചു വെക്കണം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഞാൻ വെയിറ്റ് കയറ്റി വയ്ക്കുക. എന്തെങ്കിലും വെയിറ്റ് ഇങ്ങനെ കയറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. വെയിറ്റ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വീർത്ത് വരാൻ എളുപ്പമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ചെപ്പിലാണ് ഞാൻ എന്നും മാവ് ഇത്തിരി എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാറ്. അപ്പോൾ ഇങ്ങനെ ചെപ്പോഴ ഇതിൻ്റെ തൊട്ടടുത്ത് ചെപ്പും വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് ഞാൻ തലയിൽ തയ്ക്കാനായിട്ട് മെഹന്തി കലക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹെന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇന്ന് സൺഡേ ഉള്ളൂ, അപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് ഫ്രീ ആവുമ്പോൾ മെഹന്തി തയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ ഇതങ്ങനെ പള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങാണ്. അഞ്ചു ഷോളൊക്കെ മാറി വേറെ ഷോൾ എടുത്തിട്ടേക്കാണ്. അഞ്ചിന് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ കൂടുതൽ മാച്ചിങ് ആയി തോന്നിയത്. അപ്പോൾ അങ്ങനെ അഞ്ചു ഈ ഷോളൊക്കെ ഇട്ട് അഞ്ചിൻ്റെ കാറ്റിസ് ബാഗൊക്കെ ആയിട്ട് പോണത്. കാറ്റിസ് ഉണ്ട്. എവിടെയാണ് കാറ്റിസ് ബാഗ് കാണട്ടെ? കാറ്റിസം എന്നുണ്ട്. സൺഡേയിൽ ക്ലാസ്സൊക്കെ സൺഡേയിൽ കുർബാനയും കഴിഞ്ഞിട്ട് കാറ്റിക്കിസ് ഉണ്ട്. ഇപ്പം ഇറങ്ങാറായോ? സമയമായോ? ഓക്കെ, എന്നാൽ ഇറങ്ങാം നമുക്ക്. ഇവിടെ വരുന്നത് നമ്മുടെ ജോബി സാറ്. ഗുഡ് മോർണിംഗ്. ഓരോരുത്തരായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ വരുന്നത് നമ്മുടെ ജെസ്സി ടീച്ചർ. ആ, തൊട്ട് പുറകെ ജെസ്സി ടീച്ചറുടെ മോൻ അഖിൽ ആണോ? ഇന്ന് തിളങ്ങാന്ന് വിചാരിച്ചു, സൺഡേ അല്ലേ. നമ്മുടെ വിപിൻ സാറും ഏതും കുട്ടരും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് നോക്കിക്കാം. ഇങ്ങോട്ടേക്കിതാ ആന്റിക്കിതാ. ആന്റിക്ക് ഉമ്മാന്നേ വണ്ടിയെല്ലാം പോകുന്നുണ്ട്. വണ്ടി പോകണ്ടിട്ട് അവിടെയാണ് ശ്രദ്ധ മുഴുവൻ. ഇപ്പൊ നമ്മള് നമ്മുടെ ഷോർട്ട് റോഡിൽ നിന്ന്, പോക്കറ്റ് റോഡിൽ നിന്ന് നമ്മളിതാ ഹൈവേയിലേക്ക് എത്തി. അത്ര വലിയ ലോറി പോണേന്ന് നോക്കിയാ. ഇന്ന് നല്ല സൂപ്പർ വെയിലാട്ടോ. രാവിലെ തന്നെ വെയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് സമ്മർ സീസൺ തന്നെയാണ്. അപ്പോൾ നല്ല വെയിലായിരിക്കും. നല്ല വെയിലും ചൂടും. നാട്ടിലത്തേക്കാളും ചൂടിപ്പോൾ ഇവിടെ കൂടുതലായെന്ന് എനിക്ക് തോന്നുന്നു. നാട്ടിൽ ഭയങ്കര ചൂടാണ്. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവർ പറയാറുണ്ട് നല്ല ചൂടാന്ന്. അപ്പം ഇവിടെയും നല്ല ചൂട് തന്നെയാണ്. ഈ വർഷം തണുപ്പ് കുറവായിരുന്നു. ചൂട് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. അതും നല്ല ചൂടുണ്ട്. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞതാ വീട്ടിലെത്തി. ഇനി എനിക്ക് ഉച്ചക്കലത്തേക്കുള്ള കുറച്ച് ജോലികളുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. അപ്പത്തിനൊക്കെ മാവ് കലക്കി വെച്ചതിരിക്കുക. പിന്നെ ഞാൻ ഉച്ചക്കലത്തേക്ക് നമ്മളിങ്ങനെ ഗ്രീൻ പീസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു പാക്കറ്റിൽ. അപ്പോൾ ഞാൻ അതെടുത്ത് വെള്ളം കുതിരാനായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കുതിർന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക്
ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇതും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ട് കോളിഫ്ലവറൊക്കെ ഇട്ട് ഒരു മിക്സ് വെജ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ ഇത്ര എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്കൊരു വെള്ളം ഒഴിച്ചിട്ട് വരും. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് കോളിഫ്ലവറും നമ്മൾ ഇതേപോലെ ഇങ്ങനെ പാക്കറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്ത് ഞാൻ മുൻപിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കോളിഫ്ലവറും കൂടെ ഇതിനോടൊപ്പം തന്നെ ഇടാണ്. അപ്പോൾ നമുക്ക് മിക്സ് വെജൊക്കെ ഉണ്ടാക്കാൻ ഇത് ഉപകരിക്കും. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോകണം. അപ്പോൾ വേണം ഇനി ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയും മതി. ഇത്രയും നമുക്ക് വെള്ളം ഒഴിച്ചിടാം. പിന്നെ ക്യാരറ്റ് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടുള്ള ഒരു മിക്സ് വെച്ച്. ഇവിടെ അപ്പത്തിൻ്റെ മാവ് നല്ലപോലെ തന്നെ വേർതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ചെറിയ ഡിബയിലാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിനകത്ത്. നമുക്ക് അടുത്ത പ്രാവശ്യം അപ്പം ഉണ്ടാക്കുമ്പോൾ ചേർക്കാനായിട്ട്. ഇവിടെ നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അപ്പവും കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. പിന്നെ ഇവിടെ ഞാൻ കുക്കർ ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ മിക്സ് സബ്ജി ഉണ്ടാക്കാനായിട്ട് എല്ലാ ഐറ്റംസും കൂടി ഇതിനകത്തിട്ട് ഒരു 2 വിസിൽ വരുത്തിച്ചിട്ട് ഒലത്തിയെടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ മിക്സ് വെജിറ്റബിൾ സബ്ജി അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായി. പിന്നെ ഇവിടെ ഞാൻ മോരൊക്കെ കാച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് മോര് കാച്ചി വെച്ചിട്ടുണ്ട്. ഇനി ചോറ് മാത്രമേ ഉണ്ടാക്കാൻ ബാക്കിയുള്ളൂ. ചോറും കൂടി ഉണ്ടാക്കിയിട്ട് വേണം എനിക്കിനി ബാക്കി ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കിച്ചണിലെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണമായി. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞപ്പോൾ കിടന്ന് ഉറങ്ങി സുഖമായിട്ട്. ആ പുറക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് ചേട്ടൻ്റെ കടയിൽ പോവാണ്. ഇന്ന് പച്ചക്കറി വാങ്ങിക്കാനും ഷോപ്പിങ്ങിനും ഒന്നും പോയില്ല. അപ്പോൾ ഇന്ന് ചേട്ടനാണ് പോകുന്നത്. പച്ചക്കറി വാങ്ങിക്കാനൊക്കെ ആയിട്ട് ചേട്ടൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.